ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പല ജ്യൂസുകൾ ഉണ്ടാക്കി കഴിക്കുന്നൊരു സമയമാണല്ലോ ഇപ്പോൾ. വെറും 5 മിനിറ്റ് കൊണ്ട് കക്കിരി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ളത്. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കക്കിരിക്ക തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സീൻ്റെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പുതിനയിലയാണ് ഇട്ടെടുക്കുന്നത്. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് വാടിയ മാതിരിയായിപ്പോയി, എന്നാലും ഞാൻ ഒഴിവാക്കിയില്ല. അതൊക്കെ കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ 3-4 കഷ്ണം ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിൽ പകുതി പാൽ ഇതിൽ ഒഴിച്ചെടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇനി നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കുക. ആദ്യം നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാലാണ് ഇട്ടത്. ഇത് അടിച്ചെടുത്തപ്പോൾ ഒരു തരിയോടെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കുക. പുതിന തണ്ടോടെ ഇട്ടതല്ലേ, പിന്നെ ഇഞ്ചിയും അങ്ങനെ ഇട്ടതിനെ കൊണ്ട് ഞാനൊന്നത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3 ഗ്ലാസ് ജ്യൂസാണ് ഇട്ടതുള്ളത്. ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാൻ ഐസ് ക്യൂബ്സ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ ഇവിടെ തണുപ്പ് അങ്ങനെ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു അടിപൊളി കക്കിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒന്ന് അലങ്കരിക്കുക. ഈ വേനൽ ചൂടിൽ നിന്ന് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഇട്ടത്. അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ ആദ്യം ഒരു കക്കിരി ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുകൊണ്ടു. അപ്പം ഇനി കക്കിരി വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.